സത്യം പറഞ്ഞാൽ അതാണ്. അപ്പോൾ തീർച്ചയായിട്ടും കേരളവും വിട്ട് ഇന്ത്യ മുഴുവൻ ഇത് വ്യാപിപ്പിച്ചുകൊണ്ട് ഒരുപാട് ലക്ഷക്കണക്കിന് പേർക്ക് സഹായം ലഭിക്കട്ടെ. വളരെ സത്യസന്ധമായി നമ്മൾ മുമ്പോട്ട് പോയാൽ എന്താപത്തിലും എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും നല്ല കാര്യങ്ങൾക്ക് നല്ലവർ എന്നും കൂടെ ഉണ്ടാവും. അതാണ് അതിന്റെ സത്യം. ഈ കണ്ണിലേക്ക് ഭയങ്കര ലൈറ്റ് അടിക്കുന്നു. അപ്പൊ ഒന്ന് കൂളിംഗ് ഗ്ലാസ് വെക്കാനും അല്ല, ലൈറ്റ് ഇട്ട് ഗ്ലാമർ കുറയ്ക്കണ്ട, പിന്നെ കൂളിംഗ് ഗ്ലാസ് വെക്കണം എന്നുള്ളത് ഒരുപാട് പേര് ഫാൻസ് ഒക്കെ പറയാറുണ്ട്. ഇച്ചിരി ഗ്ലാമർ കൂടാണ് കണ്ണിന് ഭയങ്കര. ഓക്കെ അല്ലേ? അപ്പോ ഈ അവസരത്തിൽ നിങ്ങളോടൊരു നന്ദി പറയാണ്. ഒന്നല്ല, 2-3 നന്ദിയാണ്. ഒന്ന്, അബ്ദുൾ റഹീമിനെ രക്ഷിക്കാൻ വേണ്ടി തല വെട്ടാതിരിക്കാൻ തിരുവനന്തപുരത്ത് നിന്ന് ഒരു പാത്രം എടുത്തുകൊണ്ട് ഒരു യാചകയാത്ര നടത്തി 5 ദിവസം കൊണ്ട് 34 കോടിക്ക് പകരം 44 മറ്റോ കോടി രൂപ തന്ന നിങ്ങളോട് നന്ദി പറയാണ്. എന്റെ കഴിവല്ല, ഞാൻ 1 കോടി കൊടുത്തോണ്ട്, എന്റെ അമ്മ 1 കോടി അല്ല 1 ലക്ഷം കൊടുത്തോണ്ടൊന്നും ആയില്ല. ബാക്കി 33 കോടി എവിടുന്ന് കിട്ടും? ഞാൻ കേരളം മുഴുവൻ തെണ്ടി എന്നൊരു തെണ്ടിയായി മാറിയാണ്. പക്ഷെ 5-ാം ദിവസം എനിക്ക് എല്ലാം കിട്ടി. അതിനൊക്കെ കാരണം സ്നേഹസമ്പന്നരായ നല്ല മലയാളികൾ, ജാതി മതങ്ങൾക്ക് അതീതമായി, കക്ഷി രാഷ്ട്രീയങ്ങൾക്കൊക്കെ അതീതമായി ഒരു സഹോദരന്റെ തലവെട്ടാൻ സൗദിയിൽ കൊടുക്കാതെ അയാളെ തിരിച്ചു കൊണ്ടുവരാൻ ഒരുമിച്ച് നിന്നു. അതുകൊണ്ട് ആ സഹോദരൻ ഇനി മരണപ്പെടില്ല. പക്ഷേ ചില ഫോർമാലിറ്റീസും കേസും കാര്യങ്ങളും അവിടെയല്ലേ, നമുക്കൊന്നും അവിടെ റോളില്ല. അതുകൊണ്ട് ചിലപ്പോൾ വൈകുന്നുണ്ട്. വൈകിയാലും ആ സഹോദരൻ ഇവിടെ എത്തും. അതിന് പ്രത്യേകം നന്ദി. പിന്നെ ഞാൻ ജയിലിൽ പോയപ്പോഴും, ഞാൻ അകത്തായിരുന്നപ്പോഴും പുറത്തായിരുന്നപ്പോഴും ലക്ഷക്കണക്കിന് പേര് സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയൊക്കെ എനിക്ക് പിന്തുണ, സ്നേഹം പ്രഖ്യാപിച്ചു. ഒരുപാട് പേര് പറഞ്ഞു ധീരനായി ജയിലിൽ നിന്ന് തിരിച്ചു വന്നു എന്ന്. ഞാൻ എൻ്റെ ജീവിതത്തില് അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ചെയ്യാറില്ല. ഇവിടെയും അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ എൻ്റെ സംസാരം അറിയാലോ, ഇത്തിരി തഗ്ഗും തമാശയൊക്കെ പറയും, അതൊക്കെ ആൾക്കാരെ എൻജോയ് ചെയ്യും. പക്ഷെ അതിൽ എന്തെങ്കിലും വാക്കുകളൊക്കെ ആർക്കെങ്കിലും വേദനിച്ചാൽ അതിന് മാപ്പ് പറയാനും ഒരു വക ബുദ്ധിമുട്ടോ തലക്കനോ ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ എല്ലാവരെയും സഹായിച്ചിട്ടുള്ളൂ, ഒരാളെ ഉപദ്രവിച്ചിട്ടില്ല. കഴിയാവുന്ന സഹായം ഇനിയും ചെയ്തുകൊണ്ട് ജീവിക്കും. അതാണ് എൻ്റെ സന്തോഷം. അപ്പോ 90% ആൾക്കാർ സപ്പോർട്ട് ചെയ്തു, 10% ആൾക്കാർ കുറച്ച് ദുഷ്പു പറയും. അതിപ്പോ നിങ്ങളുടെ പ്രവർത്തനങ്ങളിലൊക്കെ ഇത് നമുക്ക് പ്രതീക്ഷിക്കാം, അതൊന്നും മൈൻഡ് ചെയ്യണ്ട. 10% ആൾക്കാർ പറഞ്ഞു ജയിലിൽ പോയി, ജയിൽ പുള്ളിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. ഞാൻ നെൽസൺ മണ്ടേലയുടെ ആരാധകനാണ്. അദ്ദേഹം 27 വർഷം ജയിലിൽ കിടന്നു. തെറ്റ് ചെയ്തിട്ടാണോ? ആർക്കു വേണ്ടിയാണ് ജയിലിൽ പോയത്? അല്ലെങ്കിൽ നമ്പി നാരായണൻ ശാസ്ത്രജ്ഞൻ, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ശാസ്ത്രജ്ഞനാണ്. എത്രയോ വർഷം ജയിലിൽ കിടന്നു കുറ്റവാളിയായിക്കൊണ്ട്. ഇപ്പോൾ അദ്ദേഹം നിരപരാധിയാണെന്ന് പറയുന്നു. അദ്ദേഹത്തിന് ഒരുപാട് ആദരങ്ങളൊക്കെ കിട്ടി. അപ്പൊ മനുഷ്യൻ തെറ്റ് ചെയ്തിട്ടും തെറ്റ് ചെയ്യാതെയും ഒക്കെ ജയിലിൽ പോകാം. എൻ്റെ അറിവനുസരിച്ച് ഞാൻ ഏറ്റവും വലിയ സന്തോഷവാനാണ്. പൈസ ഉള്ളത് കൊണ്ടോ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ടോ ഒന്നുമല്ല, ഒരു അറിവിലൂടെയാണ് ഞാൻ സന്തോഷവാൻ. നിങ്ങൾക്കൊക്കെ സന്തോഷം ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് പൈസ ഉണ്ടായാൽ പോരാ, പഠിപ്പുണ്ടായാൽ പോരാ, ഒന്നുമല്ല. അറിവിലൂടെ മാത്രമേ സന്തോഷം ലഭിക്കാൻ സാധിക്കുകയുള്ളൂ. എന്താണ് ആ അറിവ്? അത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ റൈറ്റ് എക്സ്പെക്ടേഷൻ ഓവർ എക്സ്പെക്ടേഷൻ. നമുക്ക് റൈറ്റ് എക്സ്പെക്ടേഷൻ ആണ് വേണ്ടത്. എക്സ്പെക്ടേഷൻ എന്ന് പറയുമ്പോൾ അറിയാലോ, പ്രതീക്ഷ, ശരിയായ പ്രതീക്ഷ. മറ്റേത് അത്യാഗ്രഹമായ കാര്യങ്ങൾ. എന്താണ് ശരിയായ പ്രതീക്ഷ? കോവിഡ് വന്നപ്പോൾ ഒരുപാട് ചെറുപ്പക്കാരും വയസ്സായവരൊക്കെ മരിച്ചു വീഴുന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കി, പ്രകൃതിയുടെ ഒരു വികൃതിയാണ്, നമുക്കതിൽ യാതൊരു കൺട്രോളും ഇല്ല. ഒരു ദിവസം ഞാനും മരിച്ചേക്കാം എന്ന് ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു കഴിഞ്ഞ് ഒക്കെ നടക്കാൻ തുടങ്ങിയപ്പോൾ ക്യാൻസറും വന്നു, മരിച്ചു പോയി.
അപ്പൊ ഇത്ര നല്ല മനുഷ്യൻ ഇങ്ങനെ വന്നപ്പോ ഞാൻ ആലോചിച്ചു, അതിൽ നിന്നൊരു കാര്യം പഠിച്ചു. ഒന്നും നമ്മുടെ കയ്യിലല്ല. അപ്പൊ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ, ഞാൻ ഓരോ പ്രാവശ്യവും വണ്ടി ഓടിക്കുമ്പോഴും എന്റെ വണ്ടി ഒരു പക്ഷേ ഇടിച്ചേക്കാം, ഞാൻ മരിച്ചേക്കാം, എനിക്ക് സൂക്കേട് വന്നേക്കാം, ഞാൻ തെറ്റ് ചെയ്തിട്ടായാലും ചെയ്തില്ലെങ്കിലും ജയിലിൽ പോയേക്കാം, അല്ലേ? അപ്പൊ നമ്മൾക്ക് ശരിയായ പ്രതീക്ഷകൾ ജീവിതത്തിൽ വേണം. എല്ലാവരുടെയും ആഗ്രഹം എന്താ? ഞാൻ മാത്രം മരിക്കരുത്, എനിക്ക് എപ്പോഴും കാശുണ്ടാവണം, എനിക്ക് സുഖം വേണം, സങ്കടം പാടില്ല, രോഗം പാടില്ല, ഞാൻ ആഗ്രഹിച്ചതൊക്കെ നടക്കണം. സാധ്യമാണോ? അല്ല. അങ്ങനെ ചിന്തിച്ചവരൊക്കെ ജീവിതത്തിൽ നിരാശയുണ്ടാകും. സന്തോഷം വേണമെങ്കിൽ ഈ അറിവാണ്. ഞാൻ ജയിലിൽ പോയപ്പോഴും നിരാശയില്ല. ഒന്ന്, ഞാൻ മനഃപൂർവ്വം കുറ്റം ചെയ്തിട്ടില്ല, കുറ്റബോധമില്ല. അതുകൊണ്ട് നിരാശയില്ലാതെ അകത്തും പുറത്തും ഒരുപോലെയാണ് ജീവിച്ചത്. പോകുമ്പോഴും ചിരിച്ചാണ് പോയത്, വരുമ്പോഴും ചിരിച്ചു തന്നെയാണ് വന്നത്. അപ്പോൾ ജീവിതത്തിൽ നമ്മളൊക്കെ പ്രതീക്ഷിക്കണം, നമ്മൾ ഉദ്ദേശിച്ച പോലെ എല്ലാം നടക്കണമെന്നില്ല. ആയ അവസ്ഥയിൽ സൃഷ്ടാവിനോട് പരാതിയില്ലാതെ സന്തോഷത്തിൽ ജീവിക്കാൻ അറിവിലൂടെ പഠിക്കണം, അറിവിലൂടെ നേടണം എന്ന ഒരു സത്യം, അറിവ് മാത്രം പകർന്നു തരാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അതിന് നന്ദി. കൂടുതലായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല. പിന്നെ ലൈഫ് ലൈൻ ചാരിറ്റബിൾ ട്രസ്റ്റിന് എന്നെ കൊണ്ട് സാധ്യമാകുന്ന എല്ലാ സഹായങ്ങളും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. വേറെന്താ വിശേഷം? സുഖല്ലേ? എന്തേ ചോദിക്കാനുണ്ടോ? ഒരുപാട് പേരുണ്ട് ഇവിടെ. ഒരുപാട് മെമ്പേഴ്സിൽ 90% പേരും സുഖമില്ലാത്തവരാണ്. പലരും ഡിഫറൻറ്റ്ലി ഏബിൾഡ്, ഭിന്നശേഷിക്കാരെന്നൊക്കെ പറയും. ഞാൻ അവർക്കൊരു പുതിയ ഡിക്ഷണറിയിൽ ഒരു പുതിയ ഇടം കണ്ടുപിടിച്ചു, പുതിയൊരു വാക്ക് കണ്ടുപിടിച്ചു. ഞാൻ മലമ്പുഴ